ഹായ്. അപ്പോൾ എല്ലാവരും ഈവനിങ്ങിൽ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ നട്ട കൃഷിയൊക്കെ ഒന്ന് നോക്കാനൊക്കെ പോകും അല്ലേ? അപ്പോൾ ഞങ്ങൾ കുറച്ച് വഴുതനത്തിൻ്റെ അരി പാകിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കിളിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയ തൈ നോക്കി ഞാനത് പിഴുതിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട്. ഇത് നേരത്തെ നട്ടതാണ്. അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. എന്ത് പറ്റിയതാണെന്നറിയില്ല. എന്ത് നട്ടാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം നല്ല രീതിയിൽ കിളിർക്കും, പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതോടുകൂടി നമ്മൾ കൃഷിയുടെ നടയിലും നോട്ടലും എല്ലാം അതോടെ നിൽക്കും. അപ്പോൾ ഇതാ ഒരു വഴുതനത്തിൻ്റെ തൈയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വളരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നിത്യവഴുതനത്തിൻ്റെ തൈയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അരി വീണ് കിളിർത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്നൊക്കെ കുറേയൊക്കെ വളർന്ന് പൂക്കാറൊക്കെ ആയിട്ടുണ്ട്. കാരണം കണ്ടിന്യൂസ് മഴയായത് കാരണം ഒന്നും അങ്ങനെ കിളിർത്ത് വരുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ അത് കായൊക്കെ ഉണ്ടായിക്കോളും. പിന്നെ നമുക്കുണ്ടായിരുന്നത് ആത്തച്ചക്കയാണ് കേട്ടോ. ഒത്തിരി നാളുകൊണ്ട് ഞങ്ങൾ നോക്കി നോക്കി വെച്ചിരുന്നതാണ്. കുറേ മുകളിൽ നിന്ന് എല്ലാം വവ്വാല് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വവ്വാലിനെല്ലാം അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ ഫ്രഷ് സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം കവറിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം എന്ന് പറയാൻ പറ്റത്തില്ല, 3-4 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാമല്ലോ, അതുകൊണ്ട് അങ്ങനെ കവറിൽ കെട്ടിയിട്ട് ഇതൊക്കെ ഇന്ന് പഴുക്കാറായി വന്നിട്ടുണ്ട്. പിന്നെ ആദ്യക്കൊണ്ട് ഏറ്റവും ഇഷ്ടമാണ് പേരയ്ക്ക പൊട്ട് പേരയ്ക്ക പോലും വവ്വാല് വെറുതെ വിടുന്നില്ല. കിളികളാണെങ്കിൽ ഇപ്പോൾ കാരണം അവർക്കിപ്പോൾ ഒന്നും കഴിക്കാൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇതൊക്കെ വന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കി നോക്കി വെച്ചിട്ട് അവസാനം നമുക്ക് കിട്ടുമോ അതുമില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കവറിലാണ് കെട്ടിയിടാറുള്ളത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നുള്ളത് നമ്മൾ ചെടിയൊക്കെ എല്ലാ ദിവസവും ഒന്നും നോക്കാറില്ല. കാരണം മഴയായത് കാരണം പകുതിയും മുക്കാലും പോയി. അതുകൊണ്ട് ഉള്ളതിനെയൊക്കെ നട്ട് വളർത്തി ഇങ്ങനെ പോവുകയാണ്. കുറേ ബോൾസത്തിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇന്നിപ്പോൾ 2-3 ദിവസം കൊണ്ട് വെയിലായത് കാരണം ഇപ്പോൾ വെള്ളം എന്തായാലും അതിന് വേണം. പിന്നെ നമുക്ക് കുറച്ച് വെറ്റയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വീട്ടിൽ അമ്പലം ഉള്ളത് കൊണ്ട് വെറ്റയൊക്കെ അത്യാവശ്യമാണ്. കാരണം പൂജയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. മതിലേലൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. കാണാനും ഒരു രസമുണ്ട്. വരുന്നവരൊക്കെ ചോദിക്കും. കുറച്ച് വെള്ളം അതിനോടൊക്കെ കൊടുത്ത്, കാരണം പാവമല്ലേ, കൂടെ ഉള്ളതിന് വെള്ളം കിട്ടുമ്പോൾ അതിന് വെള്ളം കിട്ടിയില്ല വിഷമമാവത്തില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പടവലത്തിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പാകിയതൊന്നുമില്ല, തന്നെ വീണ് കിളിർത്തതാണ്. അത് ഈ മഴ സമയത്ത് കിളിർത്തതാണ്. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് മാറ്റി നട്ട്. പിന്നെ കണ്ടിന്യൂസ് മഴ, ഒരു 5-8 തൈയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ ഉള്ളത് 2 തൈയാണ്. ഇന്ന് വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ്, കിളിക്കുന്നത്. എനിക്ക് കിളിക്കട്ടെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് അമ്പലത്തിൽ നാളെ പൂജയാണ് കേട്ടോ. നമുക്ക് കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പറ്റുമ്പോഴൊക്കെ നമ്മൾ മാല കെട്ടി കൊടുക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടി പൂവൊക്കെ ഇറുക്കാൻ വേണ്ടി ഞാൻ ആദ്യക്കുട്ടനും പൊന്നൂസും എല്ലാം കൂടെ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ടാണ്, അങ്ങ് ദൂരെ താമരപ്പാടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് താമരയൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി പോയതാണ്. പക്ഷേ താമരയൊന്നും ഉണ്ടായിരുന്നില്ല. മഴയായിട്ടായിരിക്കും, എൻ്റെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആദ്യക്കുട്ടനെ ചേച്ചിപ്പൻ എടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഹാപ്പിയായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അവിടെ ഒരു പ്ലാവ് ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയിലൊക്കെയായിരുന്നു കളി. കുറേ നേരമൊക്കെ രണ്ടുപേരും കൂടെയൊക്കെ കളിക്കും. പിന്നെ രണ്ടുകൂടെയൊക്കെ വഴക്കുണ്ടാക്കും. താണ്ണാൻ കുഞ്ഞ് കിടക്കുന്ന പോലെ നമ്മുടെ ആദ്യക്കുട്ടൻ കിടപ്പുണ്ട്. കുറച്ച് നേരമൊക്കെ ഞാൻ ഊഞ്ഞാല് പോലൊക്കെ ആട്ടിയെങ്കിലും ആദ്യക്കുട്ടന് പേടിയാണ് കേട്ടോ. ചേച്ചിപ്പന് സാഹസികമായിട്ടൊക്കെ പ്ലാവെ വലിഞ്ഞു കയറാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ചേച്ചിപ്പന്നിന് ഭയങ്കര പേടിയാണ്. ചെറിയ പൊക്കവേ ഉള്ളൂ, പക്ഷേ എന്നാലും ചേച്ചിപ്പന്നെ ഭയങ്കര പേടിത്തൂറിയാണ് കേട്ടോ. എന്നാലും ആദ്യക്കുട്ടി ഇത് കണ്ടപ്പോൾ ആദ്യക്കുട്ടനെ കയറി ഇരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കയറ്റിയൊന്നുമില്ല, കാരണം രണ്ടുപേരോട് ഉരുണ്ട് താഴെ വീരുണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ നാളത്തേക്കുള്ള പൂജയുടെ പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. തലേന്ന് തന്നെ നമ്മളെല്ലാം റെഡിയാക്കും. പിന്നെ ഞാൻ സന്ധ്യയായപ്പോൾ ഞാൻ ചീനിയുടെ കപ്പയുടെ ഇല കൊണ്ടിട്ട് നമ്മൾ പണ്ട് കുഞ്ഞുനാളിൽ മാല കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അത് പൊന്നൂസിന് ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് അത് ഉണ്ടാക്കിയപ്പോൾ ഒന്നും റെഡിയായില്ല, എല്ലാം അടർന്നിങ്ങി വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം കിട്ടി അവിടെ കഴുത്തിലിട്ട് കൊടുത്തു. ഇങ്ങനായിരുന്നു പണ്ട് ഞങ്ങൾ മാലയൊക്കെ ഉണ്ടാക്കി കളിക്കുന്നതെന്ന്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് കപ്പയുടെ ഇല ഏതാണെന്ന് ചോദിച്ചാൽ പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നാളത്തെ പൂജയ്ക്കുള്ള പൂവെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പതിയെ ഇരുന്ന് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ കെട്ടാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പൂജയും കാര്യങ്ങളുമൊക്കെ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ദേവിക്ക് വേണ്ടി നമ്മൾ തന്നെ മാല കെട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ പൂജയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തലേദിവസം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.